നമ്മളന്ന് ആൻഡ്രൂ ക്യാരക്ടറിനായിട്ടുള്ള ന്യൂബ് പ്രാങ്ക് ഒക്കെ ആയിട്ട ഗൈസ്. ഒരു പവറൊക്കെ ആക്കണ്ടേ, അതാണ്ട ഗൈസ്. നമ്മളിപ്പോൾ ന്യൂബ് പ്രാങ്ക് തുടങ്ങാനായിട്ട് അവന്മാരെ സ്റ്റാർട്ട് ചെയ്താലായിട്ട് ഗൈസ് പോകാൻ പറ്റുള്ളൂ. നമുക്ക് പോകാൻ പറ്റില്ല, അവന്മാരെല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്ത് വിടുക. നോക്കട്ടെ, സ്റ്റാർട്ടാവട്ടെ ഗൈസ്. ഈ പൊട്ടൻ ചണ്ടോട്ടിരിക്കുന്നു മണ്ടൻ. ലോഡാവാത്ത എന്തത്? ഇപ്പം ലോഡാവായിരിക്കും. വന്നോട്ട് എല്ലാവരും തോക്കെടുക്കാം അല്ലെങ്കിൽ തോക്കെടുക്കില്ലല്ലോ കുറെങ്കിലും ഗൈസ്. തോക്ക് മാറ്റാൻ ഗൈസ്. തോക്ക് മാറ്റാൻ കുറെങ്കിലത് തോക്ക് മാറ്റാട്ടാ. തോക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് ഓടണു. CS റാങ്കടിലാട്ടാ ഗൈസ്. അത്രയ്ക്ക് പ്രോ പ്ലേയേഴ്സ് ഒന്നുമല്ല, നമ്മൾ ക്ലാഷ് കോഡാണ്. പയ്യെ അടിച്ചിട്ട് ഓടാം. അവന്മാരെ നമ്മളടിക്കുമ്പോൾ ഓടാം. മണ്ടനെ കണ്ടല്ലേ മണ്ട. അമ്പടി ഓടാന്ന് ചോദിക്കുമ്പോഴേക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ അടിച്ചിട്ടു. നമ്മുടെ ഇവിടെ പാപ്പിയൊക്കെ ഉണ്ട്, പാപ്പി ഗെയിമിങ്. എടാ ഈ പൊട്ടൻ ഗൈസ്, പൊട്ടനൊന്നല്ല, നല്ലോണം കളിക്കും. എന്നാലും അവൻ നോക്കിട്ട് പറയാണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ കൂട്ടണ്ട, കുഴപ്പമില്ല. ന്യൂപ്രാങ്ക് പൊളിയല്ല. എന്തായാലും നമ്മൾ ന്യൂപ്രാങ്ക് പൊളിപ്പിക്കില്ല കേട്ടോ. പവറാക്കി എടുക്കും ഞങ്ങൾ. തലയിൽ ഹെൽമറ്റ് ഗൈസ്. ഇതെന്ത് കടന്നു പോവാം. ലാഗൊക്കെ ഉണ്ട് കേട്ടോ. കടന്നു പോവാം. അവന്മാരടിക്കാൻ നോക്കാം. ഇതിക്കൂടെ പോയാൽ അവന്മാരതിക്കൂടെ പോട്ടെ. നമ്മൾ ന്യൂബ് പ്രാങ്കിൻ്റെ പാർട്ട് 2 സാധനം ഇറക്കും കേട്ടോ. നമ്മൾ ഒരു ദിവസം ഇറക്കാം പവറാക്കാഴെ ന്യൂബ് പ്രാങ്ക്. ഡാർക്ക് പോയതേ പോണു. ഞങ്ങളടിച്ചിട്ടില്ല. അടിച്ചിട്ട് അത്യാവശ്യം കളിക്കണവരുള്ള പ്ലെയർ ആട്ടോ. നമ്മളപ്പോൾ പാർട്ട് 2 ഇറക്കും ന്യൂബ് പ്രാങ്കിൻ്റെ. പവറാക്കണ്ടേ, അതാണ് കേട്ടോ വയസ്. പവറാക്കാം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ വയസ്. നിങ്ങൾ ലൈക്കൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ വയസ്. പവറാക്കാന്ന് വയസ്. ഈ ഒരു റൗണ്ട് കൂടി നമുക്ക് വിട്ടുകൊടുത്തിട്ട് കളി എടുക്കാട്ടാ. ഇതിനകത്ത് ഇരുന്നിരുത്തുമ്പോൾ പവറാക്കട്ടെ. അവർ മുന്നിൽ പോട്ടെ, നമുക്ക് ബാക്കി പോകാം. അല്ലെങ്കിൽ അവരെ കാണാൻ പറ്റില്ല. ഇതേ പോകാൻ പറ്റി. ഇവ ബാക്കിലേക്ക് വീണ്ടും ഓടിപ്പോയി. ഇവ പോവാത്തത് ഇവ റേഞ്ച് ചെയ്യാം. ഹലോ വരാത്തെന്തിവൻ അതേ ഓടിപ്പോടൂ. അപ്പം ഇരുന്നോ എന്തോന്നൊക്കെയല്ല എക്സോൺ കുറേ ചെയ്യണേ. കിടിലാണ്. അവൻ നല്ലോണം കളിക്കണം അവരാട്ടാ. ഈ ഒറ്റ റൗണ്ടും കൂടി നമ്മൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കളി എടുക്കും. ചത്ത് ഇനി നമുക്ക് കളി എടുക്കാട്ടാ. നമുക്ക് കളി എടുക്കാം. നമുക്ക് എടുക്കണം. തോക്കൊക്കെ എടുത്ത് പവറാക്കാം. കൂട്ടുകാരന്മാരൊക്കെ WM ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. കിണ്ണാകുന്നു. 2 നമ്പർ ഡാർക്ക് പോയി. WM ആട്ടാ. കളിച്ചോക്കാം. ജയിക്കുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവാവോ? 3 റൗണ്ട് അതിലാവുമാർക്ക്. എങ്ങനെയെങ്കിലും എടുക്കണം. അടുത്ത പാർട്ട് 2 ഇറക്കൂട്ടോ. നിങ്ങൾ ലൈക്കൊക്കെ ചെയ്താലേ പാർട്ട് 2 ഇറക്കാൻ പറ്റുള്ളൂ. ലൈക്കൊക്കെ ചെയ്യട്ടാ ഗുയ്സ്. സബ്സ്ക്രൈബ് ആണ് നമുക്ക് മെയിൻ വേണ്ട. ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ബാക്കിലുണ്ടല്ലോ ആള്. ആരോ മാർക്ക് അങ്ങോട്ട് ഉണ്ട്. ഏ സൈഡിലേക്കാണ് എന്തോന്നത് നോക്കായി അവൻ. അടുത്തത് എവിടെയാണോ? അതേ 2 പേര് ഒക്കെ ഇപ്പം തന്നെ ടീമിലല്ല കേട്ടോ ഗൈസ്. എതിരെ ടീമിൽ ഇവൻ AFK തോന്നുന്നുണ്ടല്ലോ. അടുത്തവൻ എവിടെയാണോ? ഒരു കില്ല് ചേട്ടാ. നമുക്ക് കില്ല് വേണം. ഡാർക്ക് പോയി. WM നോക്കായി. കയറ് ഗ്ലൂ
ചേട്ടാ ഗ്ലൂ പയ്യെ വേണേ റിവൈവ് വേണം റിവൈവ് അതിപ്പോൾ റിവൈവ് ചെയ്തോളൂ. എന്തായാലും ഇപ്പം മൈക്കോടാക്കാനൊന്നും പറ്റില്ല. ലാസ്റ്റ് എമ്മേറ്റ് വെച്ച് എടുത്തുട്ടോ കളി എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ അടിക്കില്ലേ, അതുപോലെ നമ്മൾ ചെയ്തു കേട്ടോ. കഴിഞ്ഞ ദിവസം കിട്ടിയുള്ളൂ കേട്ടോ ഇങ്ങോട്ട്. ഞങ്ങളിപ്പോൾ എപ്പോഴും വണ്ടാവുള്ളി കളിക്കാറില്ല, അതുകൊണ്ട് നമുക്ക് ഏടവളിയും എമ്മേറ്റ് ആക്കാം. അതാ നല്ലത്. കുറച്ച് കളി ഏടവളിയും ലോങ് കിട്ടുകയും എമ്മേറ്റ് ഷൂട്ടും കിട്ടുകയും ചെയ്യും. ഇതാകുമ്പോൾ ഇതിൽ കൂടെ പോവാം. ഓടിപ്പാ കുറച്ചാടാം. റേഞ്ച് ഇത് പോകണ്ട ചോയ്യെ. റേഞ്ച് പോയി പണിയായി. എവിടെ ഇടിച്ചിരിക്കുക, അല്ലെങ്കിൽ സൗണ്ട് പോകണം. ഇവിടെ ഇടിച്ചിരിക്കാം, അല്ലെങ്കിൽ അവന്മാർ ഇട്ടിക്കും, അല്ല അടിക്കും. റേഞ്ച് പോയി കേട്ടോ ഗൈസ്, ഇതാണ് ഒരു പണി. ഇപ്പം എവിടെ നിൽക്കണേ പോയി നമ്മൾ. ഇത് കൂട്ടാൻ അടിച്ചിടും. അടി പോവാത്തത് അവിടെ ഗ്ലൂ ഉള്ള എടോ റേഞ്ച് പോയിരിക്കാന്ന് വെറുതെ അല്ല. ഒന്ന് റിവൈവ് ആയിട്ടാ അവനെ അമ്മമാർ ഫൈറ്റെടുത്തോളും. നമുക്ക് റിവൈവ് ചെയ്യാം. കണ്ടാ പറയേ വീണ്ടും ആയി മൂട്ടന്നെ അടിക്കാം. പണ്ടല്ലേ മാറ്റി ആ നാറൂട്ടോൻ്റെ മൂട്ടില്ലേ ഗൈസ്, ആ പെട്ടി തുറന്നിരുന്നത് അത് നമുക്ക് ഫ്രീ സ്പിന്നിന് കിട്ടിയത്. ഇമോട്ടൊരു പവറല്ലേ. ഞാൻ വെറുതെ ഫ്രീ സ്പിൻ ചെയ്തതാ. ഒരു അടിയിൽ നിന്ന് കിട്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ഫ്രീ സ്പിന്നൊന്നും കിട്ടാറില്ല കാരണം. ഗൈസ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നല്ലൊരു പവർ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്നുള്ളൂ. ലൈക്കൊക്കെ ചെയ്തോട്ടെ ഗൈസ്. മണ്ടന്മാർ സ്കാർ ലെവൽ 3 ഒക്കെ കിട്ടണോട്. ഇത് ഡാർക്ക് പോയി ഡൗൺ ആയിട്ടോ. ഇവിടെ ഡാർക്ക് പോയി 2 ഡൗൺ ഒക്കെ കിട്ടണം. അത് AFK പറഞ്ഞ ഈ മുത്തു ഒരു കുത്ത് കണ്ടോ ഏടവളിയവൻ്റെ അവിടെ. അതിപ്പോൾ എളുപ്പമായി. ഐഫിലെന്ത് ചാവാതെ അതേതോടെ കുമ്മിയാകല്ലേ അതവനവിടെ. ഇത് അവിടെ നിന്ന് അടിക്കണില്ല അവൻ. അടിക്കാൻ പറ്റാവൂ. അത് അറിയില്ല. സൈഡിൽ കൂടെ പോവണം. ഇതെന്തോന്നത് ആ പൊട്ടൻ എന്നെ ഇവിടെ കുടുക്കിയിട്ട് വയസ്സ്. ഞാൻ മറ്റേത് എന്തോ ഓറിയോൺ ഇട്ടാരനുണ്ടല്ലോ ഭാഗ്യം. അത് അപ്പം തന്നെ അവൻ ഓക്കോങ്ങ അറിയാം. അതാണ് അവന്മാരടിച്ചിട്ട് പുഷപ്പ് മോട്ടൊക്കെ നമ്മൾ ഉണ്ടല്ലോ ഗൈസ്. നമ്മളൊരു 2 years ഓൾഡ് കേട്ടോ. ഈ അക്കൗണ്ട് തുടങ്ങിയതാണ്. 2 years ഓൾഡാണ്. റേഞ്ച് കൊണ്ടിട്ട് ഗൈസ്, അതാണ് ഒരു പ്രശ്നം. റേഞ്ച് വേണം. വന്നു ഇതേ പോകണം. പോയി വന്നു ഗൈസ്. അടുത്തത് നിങ്ങൾ ഏത് ഗെയിം കളിക്കണ്ടേന്ന് പറഞ്ഞോട്ടോ ഗൈസ്. പാർട്ട് 2 എന്തായാലും ഇതിൻ്റെ ഞങ്ങൾ ഇറക്കിക്കോളാട്ടോ. നിങ്ങൾ ഏത് ഗെയിം കളിക്കണേന്ന് പറഞ്ഞേക്ക്. അടുത്തത് ലെവൽ ഡേവിൽ കളിച്ചാലോ ഗൈസ്. അടുത്തത് ലെവൽ ഡേവിൽ കളിക്കാട്ടെ. നമുക്ക് പവറാക്കാം. ലെവൽ ഡേവിൽ എന്ന് പറഞ്ഞാൽ ലെവൽ ഡേവിൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ലെവൽ കൂട്ടിയിട്ടേക്കാണ്. അടുത്ത അതിൻ്റെ വീഡിയോ ഒക്കെ ഇറക്കൂട്ടെ നമ്മൾ. പവറാക്കാം. തേടാ ഓരോരുത്തർ നിൽക്കണം. അതെന്തോന്നത് അടിയറത്. അതെങ്ങനെ അവിടെ ബെറ്റിൻ്റെ അവിടെ നിന്ന് ചൊമ്പ എടാ അത് കയറിയില്ലേ. ലാസ്റ്റ് അടിച്ചിട്ട് തന്നെ ഭാഗ്യം. ഈ 2-ലുള്ളൂ തോന്നുന്നുണ്ട് നമുക്ക്. ഗൈസ് പവറാക്കാം. ഇതെന്തത് ഇങ്ങനെ ഇതായത് ഫസ്റ്റ് ആക്കണേ. എല്ലാവരും ഒരേ ഇതല്ലട്ടണേ ഗൈസ്. നമ്മൾ ലാസ്റ്റ് ഒരു പവർ ഒരു പ്രോ എങ്ങനെ നമുക്ക് ലാസ്റ്റ്. അടുത്ത നമ്മൾ വീട്ടിലൊരു റാങ്ക് വരും. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ബൈ.